നമസ്കാരമുണ്ടേ. സാംസണോ? ഓ, ഇന്ന് തന്നെ റിലീസിംഗ് ഡേറ്റ് അല്ലേ? ഓ, കളിയാക്കല്ലേ സാറേ. സാറിനെ പോലെ എല്ലാരെയും ഒരു കുറ്റവും ഇല്ലാതെ ദൈവം സൃഷ്ടിക്കത്തില്ലല്ലോ. മണിക്കൂർ 2 ആയിട്ട് ഞാൻ സാറിനെ കാത്തിരിക്കുമായിരുന്നു ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോവാൻ. സാറിനെ കാണാതെ ഞാൻ പോകത്തില്ലായിരുന്നു കേട്ടോ. ഇന്ന് ശ്രീമതിയുടെ ബർത്ത്ഡേ, കുടുംബസമേതം ഒരു ക്ഷേത്ര ദർശനം. അതൊക്കെയല്ലോ കുടുംബത്തിനൊരു സന്തോഷം. അതാ ഞാൻ ലേറ്റ് ആയത്. ഓ, ഒന്നും പറയണ്ട സാറേ. രാവിലെ മുതൽ മനസ്സിനൊരു സുഖവും ആകെപ്പാട് ഒരു ടെൻഷൻ. അതിന് ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലോ. നമുക്കൊക്കെ എന്ത് സന്തോഷം സാറേ. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പോലെയല്ലേ ഇറക്കി വിടുന്നത്. അവിടെ എല്ലാരും നെഞ്ചത്തിടിയും നിലവിളി. നമ്മുടെ വീട് ഇതാ സാറേ. ഞാൻ എളുപ്പഞ്ഞു വരും. സാറിന്റെ റിട്ടയർമെന്റ് നമുക്ക് സൂപ്പർ ആക്കണം. തിരിച്ചു വരണമെന്ന് ഞാൻ പറയില്ല. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ ജയിലെന്നൊക്കെ ചിലർ വേമ്പ് പറയും. പക്ഷേ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് നല്ല നല്ല അന്തസ്സുള്ള കുടുംബജീവിതം. ഓ, മൂക്കി പല്ല് വന്ന സമയത്ത് നമുക്കെന്ത് കല്യാണം, നമുക്കെന്ത് കുടുംബജീവിതം. അതൊക്കെ നടക്കുള്ളൂ. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല സാറേ. നമ്മുടെ തൊഴിലിനും യോഗ്യതയ്ക്കും സ്റ്റാറ്റസിനും പറ്റിയ ആളെ കിട്ടണ്ടേ. ഓ, നിന്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ലേ, അത് കിട്ടാൻ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. സാറേ, ഇത് നമ്മുടെ ജയിലിൽ ഉണ്ടായിരുന്നു തന്നെയാണ്. പിന്നല്ലാതെ ആഞ്ചയിലും പെൺജയിലും തമ്മിൽ തിരിക്കുന്ന മതിലില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കുടുംബമായിട്ട് സുഖമായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയാൻ കഴിഞ്ഞോണ്ടേനെ. എന്നാ പിന്നെ ഞങ്ങൾക്ക് പേരെടുക്കാനോ നേരം കാണും. ചെല്ല് ചെല്ല്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ഓൾസോ. കൊണ്ടുപോകാൻ ആരും വന്നില്ലേ? എന്നെയും കൊണ്ടുപോകാൻ ആരും വന്നില്ല. ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസക്കൊക്കെ ഇപ്പൊ എന്നാ വിലയാന്നറിയാവൂ. ഒന്ന് പരിചയപ്പെടണ്ടേ? സുല്ല് ഞാൻ വിട്ടു. എന്നാ പണിയാവും കാണിച്ചത്. അണ്ടേ അല്ല പറ്റിയ ആ വണ്ടി കേട്ടോ. ഇപ്പൊ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന ലേഡിയുടെ കൂടെ വന്ന ആളല്ലേ? അതെ. പോയി ചീട്ട് എടുത്തിട്ട് വരൂ. ഒരു ചീട്ട് വേണം. പേര് 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 പിന്നെ പേര് പറയും മിസ്റ്റർ. മേരിക്കുട്ടി. വയസ്സ് വയസ്സ് ഒരു 35. അല്ല 30. വേണ്ട 29. അഡ്രസ്സോ? നിർബന്ധമാണോ? അതെ, എളുപ്പം പറയൂ. എന്നാ ജയിൽ വളപ്പിൽ വീട്, സെൻട്രൽ ജയിൽ PO, കണ്ണൂർ. 100. ഓ, ഈ ചീട്ടിന് 100 ആണെങ്കിൽ ചികിത്സ കഴിയുമ്പോ എത്രയാവും? അതൊക്കെ ചികിത്സ കഴിയുമ്പോ പറയാം. പറയണേ. അയ്യോ, ഇതെവിടെ കൊണ്ടുപോവാ? സ്കാനിങ്ങിന് അവിടെ ഉണ്ടാവണം. വാ. കണ്ണ് തുറന്നായിരുന്നു? ഇല്ല. എന്നതാ സിസ്റ്ററെ കുഴപ്പം? ഏയ്, പേടിക്കാനൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. പേടിക്കാനുണ്ട്. എസ് ഐ വിളിക്കുന്നു. എന്നാ വാടോ.
സർ. എന്താണ് പേര്? സാംസൺ. അതൊരു ടിവിയുടെ പേരല്ലേ? ടിവിയുടെ പേര് സാംസങ്. ആ. എന്റെ പേര് സാംസൺ. ആയിക്കോട്ടെ. ആരെ വണ്ടി അടിച്ചു കൊണ്ടെന്ന്? അറിയത്തില്ല. പിന്നെന്തറിയാം? ജയിലിൽ നിന്ന് ഇറങ്ങിയാന്നറിയാം. അത് തനിക്ക് എങ്ങനെ അറിയാം? അതിപ്പോ ഞാനും അവിടെ നിന്ന് ഇറങ്ങിയതാ സാറേ. ഓഹോ, അപ്പൊ സൽസ്വഭാവിയാണ്. അത്രയ്ക്കൊന്നുമില്ല, ഒരു സ്വൽപ്പം. താൻ അവരുടെ എന്തൊക്കെ അടിച്ച് മാറ്റി? ഞാനോ? എന്റെ പൊന്ന് സാറേ, ഇല്ലാ വചനം പറയരുത്. ഈ മോഷണം എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. തെറ്റല്ലേ? പിന്നെ ഭയങ്കര തെറ്റല്ലേ? ആ. പരിശോധിക്കണോ ഇയാളെ? ഈ ബാഗ് വേറെ ആരും എടുക്കാനില്ലാത്തോണ്ട് ഞാനെടുത്ത് ഓളയിട്ടതാ. നോക്ക് നോക്ക്, ബാഗിന്റെ പൊന്ന് സാറേ, മുണ്ടഴിഞ്ഞു പോകും. മുണ്ടഴിഞ്ഞു പോകുന്നേ. അയ്യോ അയ്യോ, എന്റെ സാറേ, എന്റെ പൊന്ന് സാറേ, അത് ആകപ്പാടുള്ള തുണിമണിയാ. ഓ അയ്യോ അയ്യോ, അതേ കയറി പിടിക്കില്ലേ? ജയിലിൽ ദോശ ഉണ്ടാക്കിയ കാശ്. ചുമ്മാ അടങ്ങിക്കടാ അവിടെ. അയ്യോ, പോക്കറ്റ് കേട്ടില്ലേ? പോക്കറ്റ് കേട്ടില്ല. എന്റെ മൊബൈല്. അയ്യ സാറേ സാറേ, കൈ കാണാൻ കൊള്ളാമല്ലോടോ. അലോക്യ സുന്ദരി മുഖം തവ മന്ദഹാസം. ആരാടോ ഇത്? ഇതാണ് സാറേ വണ്ടി ഇടിച്ച സ്ത്രീ. ഇവളെ താനെന്തിനാ കൈക്കകത്ത് തിരികെ? അത് തട്ടിപ്പോയ പത്രത്തിലെങ്ങാനും കൊടുക്കേണ്ടി വന്നല്ലോ. ഓ, ദീർഘവീക്ഷണം. വളച്ചോ? അതിനു മുമ്പ് വണ്ടി ഇടിച്ചില്ലേ? മരിച്ചിട്ടില്ല. അതാണ് പ്രതീക്ഷ. അപ്പൊ പ്രതീക്ഷയുണ്ട്. അതൊക്കെയല്ലേ സാറേ ജീവിതം. മേരിക്കുട്ടിയുടെ ബൈസ്റ്റാൻഡർ അല്ലേ? കണ്ണു തുറന്നായിരുന്നോ? തുറന്നു. ഇത്രയും മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. ഈ മരുന്ന് സാറ് വാങ്ങിക്കണോ അതോ ഞാൻ വാങ്ങിക്കണോ? താൻ മേടിക്കും. എങ്കിൽ ആ ഫോട്ടോ ഇങ്ങ് തന്നെ, കണ്ടത് മതി. എടോ, അലോക്യ സുന്ദരി